നമസ്കാരം. ഗാസയിൽ ഹമാസ് തീവ്രവാദികൾക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കി ഇസ്രായേൽ സൈന്യം. ഖാൻ യുനീസിൽ മാത്രം കഴിഞ്ഞ ദിവസം 30 ഹമാസ് തീവ്രവാദികളെയാണ് ഇസ്രായേൽ സൈന്യം വധിച്ചത്. ഇവിടെയാണ് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളെല്ലാം തന്നെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന്. മറ്റൊരു സ്ഥലം റാഫയാണ്. ഖാൻ യുനീസിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം ഇരച്ചു കയറുകയായിരുന്നു. തീവ്രവാദികൾ പലപ്പോഴും ആയുധങ്ങളുമായിട്ട് തന്നെയാണ് ഇസ്രായേൽ സൈന്യത്തിനെ നേരിടാനെത്തിയത്. യന്ത്രത്തോക്കുകളും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് സൈന്യത്തെ ഹമാസ് തീവ്രവാദികൾ നേരിടാനെത്തിയത്. പക്ഷേ ഇസ്രായേലിൻ്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ ശരിക്കും ഈ ഹമാസ് തീവ്രവാദികളുടെ വലിയ ഒരു സംഘം തന്നെ അവർ പകച്ചുപോയി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. തുടർന്നാണ് ഇസ്രായേൽ സൈന്യം ഇവരെ വധിച്ചത്. ഖാൻ യുനീസിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ കഴിഞ്ഞ ദിവസം 2 ഹമാസ് തീവ്രവാദികളെ ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു. ഇവർ സാധാരണക്കാരുടെ വേഷം ധരിച്ച് അവർക്കിടയിൽ താമസിക്കുകയായിരുന്നു. അങ്ങനെ ഇസ്രായേൽ സൈന്യത്തെ കബളിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചത്. ഇവരുടെ കയ്യിൽ നിന്നും വൻ ആയുധശേഖരം പിടികൂടിയിട്ടുണ്ട്. പടിഞ്ഞാറൻ ഖാൻ യൂനിസിൽ തന്നെ ഒരു മോട്ടോർ സൈക്കിളിൽ സ്ഫോടക വസ്തുക്കളുമായി സഞ്ചരിക്കുകയായിരുന്ന ഹമാസ് തീവ്രവാദികളെയും ഇസ്രായേൽ സൈന്യം വധിച്ചിട്ടുണ്ട്. മധ്യ ഗാസയിലും ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇവിടെയും കഴിഞ്ഞ ദിവസം 10 ഹമാസ് തീവ്രവാദികളെ വധിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്. നേരത്തെ ഖാൻ യൂനിസിലും റാഫയിലുമൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം തെരച്ചിലും അവരുടെ ആക്രമണമൊക്കെ തന്നെ ശക്തമാക്കിയപ്പോൾ പലരും എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. കാരണം റാഫയിൽ 10 ലക്ഷത്തോളം അഭയാർത്ഥികളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആക്രമണം നടത്തുന്നത് ഇവരുടെ ജീവനെടുക്കുന്നതിന് തുല്യമായിരിക്കും എന്നാണ് പലരും നേരത്തെ പരാതി ഉന്നയിച്ചിരുന്നത്. എങ്കിൽ പോലും ഇവർ പലരും ഈ തീവ്രവാദികളൊക്കെ തന്നെ സാധാരണക്കാരായി ഈ അഭയാർത്ഥികൾക്കിടയിലാണ് കഴിയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ആക്രമണം നടത്താതെ ഇസ്രായേലിനെ സംബന്ധിച്ച് മറ്റ് പോംവഴികളില്ല എന്നുള്ളതാണ് സത്യം. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സഭ്യമല്ലാത്ത പരാമർശം നടത്തി എന്നുള്ള വാർത്തകൾ വീണ്ടും പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഇസ്രായേൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല. അമേരിക്കയും ഇക്കാര്യം നിഷേധിച്ചിട്ടുമില്ല. നേരത്തെയും ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. പിന്നീട് ഈ വാർത്ത തെറ്റാണ് എന്ന് പ്രസിഡന്റിൻ്റെ ഓഫീസ് സ്ഥിരീകരിച്ചിരുന്നു. ഏതായാലും ജോ ബൈഡൻ്റെ ഓർമ്മശക്തി സംബന്ധിച്ച് നിരവധി ആരോപണങ്ങൾ കൂടി ഇപ്പോൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇക്കാര്യം ശരിയാണോ എന്നുള്ള കാര്യം ഇസ്രായേലും പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിശക്തമായ ആക്രമണം നടത്തി പരമാവധി ഹമാസ് തീവ്രവാദികളെ വധിക്കാനും ഒപ്പം ഇവർ ഒളിവിൽ പാർപ്പിച്ചിട്ടുള്ള ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാനുമാണ് ഇസ്രായേൽ സൈന്യം ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ 2 പേരെ മോചിപ്പിച്ചിരുന്നു. ഇതിനായി നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 100ഓളം ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്.